പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ പുതിന കൃഷിയാണ് ഇന്ന് കാണിക്കുന്നത്. നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ പുതിന നന്നായിട്ട് വെച്ച് പിടിപ്പിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു. അത് ഞാൻ ഒരു ചെറിയൊരു പാത്രത്തിലായിരുന്നു വെച്ചിരുന്നത്. പക്ഷേ ഞാൻ ആ വെച്ചതിൻ്റെ പോരായികയെന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയ പാത്രത്തിൽ വെച്ചിട്ട് നമ്മളത് എപ്പോഴും നോക്കിയില്ല. പിന്നെ ആ ഒരു പാത്രത്തിൽ ഒതുങ്ങിയായിരുന്നു ആ പുതിന വളർന്നിട്ടിരുന്നത്. അപ്പോൾ ഞാൻ എന്നാ ചെയ്തു, നമ്മുടെ കൃഷിയൊക്കെ ഒന്ന് മൊത്തം പോയായിരുന്നല്ലോ. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 1-2 ചെറിയ നാര് പോലെയുള്ള ഭാഗങ്ങളാണ് നമുക്ക് കിട്ടിയത്. അത് ഞാൻ 2 ഗ്രോ ബാഗിനകത്താക്കി വെച്ച്. ഈ ഗ്രോ ബാഗ് നിറച്ചും പുതിനയായിരുന്നു കേട്ടോ. നല്ല രീതിക്ക് പുതിന വളർന്നു. ഇത് കണ്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇന്നലെ എനിക്ക് തോന്നി ഈ 2 ഗ്രോ ബാഗിൽ നിന്ന് ഈ പുതിനേനെ കുറച്ചേറെ ബാഗിലോട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിച്ച് ഞാനത് അതിനകത്തുനിന്ന് ഞാൻ പിഴുത് മാറ്റി താഴെ വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിനകത്ത് നല്ല രീതിക്ക് ഈ ഗ്രോ ബാഗിനകത്ത് ആയിക്കോളും. ഈ ഗ്രോ ബാഗിനകത്തും 2 ഗ്രോ ബാഗിനകത്ത് എനിക്കിപ്പോൾ പുതിന ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് 2-ലും നല്ല രീതിക്ക് ഒരാഴ്ച ഉണ്ടാകും. താഴെ നമുക്കത് വെക്കാം. അത് ഞാൻ താഴത്തുനിന്ന് കാണിച്ചു തരാം. പറഞ്ഞില്ലേ, ഇന്നലെ വൈകുന്നേരം ഞാൻ ടെറസിൻ്റെ മേളിൽ നിന്ന് എൻ്റെ പുതിനയൊക്കെ പിഴുത് ഞാൻ താഴെ കൊണ്ടുവന്ന് വെച്ചു. പക്ഷേ രാവിലെ അസല് മഴയായത് കാരണം പുതിനയൊക്കെ കഴുകിയ പോലെയായി കേട്ടോ. മൊത്തം വെള്ളത്തിൽ ഇതിങ്ങനെയായി. അപ്പോൾ ഇത് നമ്മൾ മേളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതായിരുന്നു. അപ്പം ഞാൻ മേളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിലൊരെണ്ണത്തിൽ വെക്കുകയും ചെയ്തു. അപ്പോഴേ ഞാൻ ഓർത്തത് ഇതൊന്നും നിങ്ങളെ കാണിച്ചു തരാം. കാര്യം എന്നാന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഓർത്ത് ഇതുപോലെ ഒരു 3-4 ഗ്രോ ബാഗിലോട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയും പുതിന കൂടുതൽ ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന്. അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നത് ഇതാണ് കേട്ടോ, ഈ പുതിനയാണ്. അപ്പോൾ ഇത്രയും ആ ഗ്രോ ബാഗിനകത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് ആകെ ശ്വാസം മുട്ടി അതിനകത്ത് നിന്നിട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനകത്തുനിന്ന് മുഴുവൻ എടുത്തത്. ഈ പുതിന പെട്ടെന്ന് നമുക്ക് പിടിച്ച് കിട്ടും കേട്ടോ. ഒന്ന് പിടിച്ച് കിട്ടേണ്ട താമസമുള്ളൂ. കാര്യം എന്നാന്ന് വെച്ചാൽ നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം. പിന്നെ ഒരേ ഒരു കാര്യം, പുതിനയ്ക്ക് നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ രീതിക്ക് വളം കൊടുത്തോണ്ടിരിക്കണം. ഇതിൻ്റെ ഇലയല്ലേ നമ്മൾ എടുക്കുമ്പോൾ. അപ്പോൾ നല്ല രീതിക്ക് നല്ല ഇലക്കൊഴുപ്പോടു കൂടി വളരാനായിട്ട് നല്ല രീതിക്ക് വളങ്ങൾ നമ്മൾ കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് നമുക്ക് പുതിന ഉണ്ടാകും കേട്ടോ. നമ്മൾ ഇത് ചുമ്മാ ഒരു ഇതല്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകുന്നൊരു ചെടിയും കൂടിയാണ് കേട്ടോ. എന്നാന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ പറ്റിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഇത്രയും പുതിന വെച്ച് എനിക്ക് തോന്നണം ഒരു 10-15 ഗ്രോ ബാഗെങ്കിലും നമുക്ക് വെക്കാനുള്ള പുതിനയുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ച് പുതിന എടുത്ത് ഇതിനകത്ത് നടുന്നത് കാണിച്ചു തരാം നിങ്ങളെ. എൻ്റെ ഈ ഒരു പുതിന വെച്ചാണ് ഞാൻ ഇത്രയും ഗ്രോ ബാഗിൽ വെക്കുന്നത്. ഈ പുതിന മാറ്റി വെക്കുകയാണ്. കാര്യം എന്നാന്ന് വെച്ചാൽ അടുത്ത ദിവസം വേറെ എനിക്ക് വെക്കണം. ഞാനിത് കുറച്ച് പേർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിങ്ങനെ വേറെ വെച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ. കുറച്ച് പേര് എന്നോട് പുതിന വേണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിതിങ്ങനെ വെച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഇന്ന് മുഴുവൻ നമ്മുടെ കയ്യിൽ നിന്ന് പോയൊരു ദിവസമായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച കൂട്ട് കാര്യങ്ങളൊന്നും നടന്നില്ല. രാവിലെ എണീറ്റിട്ട് മഴയെന്ന് പറഞ്ഞാൽ വെളിയിൽ ഇറങ്ങാൻ പറ്റാത്തൊരു മഴയായിരുന്നു. 9 മണിയൊക്കെ ആയപ്പോഴാണ് വീണ്ടും ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നത്. കണ്ടത് മഴയുടെ വെള്ളവും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ള സമയം കൊണ്ട് ഇത് മൊത്തം ഇന്ന് ഇപ്പോൾ എനിക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അത് കാരണം ഇത് കുറച്ച് വെക്കാം. ബാക്കി ഞാൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ബാക്കി എന്തെങ്കിലും ഒരു ചട്ടിയിൽ എന്തെങ്കിലും ആക്കി നമുക്കിത് വെക്കണം. അപ്പോൾ ഇതിവിടെ തന്നെ ഇരിക്കട്ടെ, വെള്ളത്തിൽ തന്നെ ഇരിക്കട്ടെ. നേരത്തെ ഞാൻ പുതിന വെച്ചപ്പോഴത്തേക്കും റണ്ണർ വെക്കുന്ന കാര്യമായിരുന്നു നിങ്ങളോട് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം അങ്ങനെ റണ്ണർ അധികം ഇതിനകത്ത് ഓടിയിട്ടില്ല. ഇങ്ങനെ ഇതായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. റണ്ണർ എനിക്കൊത്തിരി ഇങ്ങനെ ഓടിയിട്ടില്ല. എല്ലാം നല്ല രീതിക്കുള്ള ഇലകളാണ്. റണ്ണർ എന്ന് പറയുമ്പോൾ നീണ്ടു പോയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ഇലകൾ വരുന്നതാണ്. റണ്ണർ ഓടാനുള്ളൊരു പരുവാകുന്നതിന് മുന്നേ തന്നെ എനിക്ക് ആ ഗ്രോ ബാഗിനകത്ത് നിറച്ചും പുതിനയായി പോയായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ഇങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ എനിക്കിങ്ങനെ ഉള്ളത് കൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കുന്നത്. പക്ഷേ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് വെള്ളത്തിൽ വെച്ച് പിടിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിച്ചേ നമ്മളിത് ചെയ്ത് പിടിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും ഞാൻ ഇതിനകത്ത് വെക്കുന്നുള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ച് കിട്ടും കേട്ടോ. ഒന്ന് പേര് ഇത്ര സ്പീഡിലൊക്കെ വെക്കുന്നത് എന്നാന്ന് പറഞ്ഞാൽ അടുത്ത മഴയ്ക്ക് മുന്നേ ഇത് വെച്ച് മാറണം. അതുകൊണ്ടാണ് ഇന്നലെ മണ്ണൊക്കെ എടുത്ത് രാവിലെ വീഡിയോയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്ത് എല്ലാം ചെയ്തായിരുന്നു വെച്ചിരുന്നത്. പിന്നെ ഈ മണ്ണ് നിറക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ മഴക്കാലമായത് കാരണം ഞാനൊരു പ്രത്യേക രീതിക്കാണ് ഈ മണ്ണ് നിറച്ചേക്കുന്നത്.
അത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം കേട്ടോ. ഈ ഗ്രോ ബാഗിനകത്ത് അടിഭാഗത്ത് നല്ല രീതിക്ക് ഞാൻ കല്ലിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല മുഴുത്ത കല്ല് നോക്കി ഇട്ടേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മേളിലാണ് മണ്ണ് നിറച്ചേക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് മഴ സമയമായത് കാരണം നമ്മൾ വെക്കുന്ന സാധനങ്ങൾ പിടിച്ച് ചീഞ്ഞു പോകാതെ നമുക്ക് കിട്ടണമെങ്കിൽ കല്ലടിയിലിടുവാണെങ്കിൽ വെള്ളം വരുന്ന വെള്ളം വാർന്നു പോകും. ഗ്രോ ബാഗിനകത്താകും ഇത് കാരണം ചിലപ്പോൾ നിലമായിട്ട് പറ്റിയിരിക്കുന്നത് കാരണം വാർന്നു പോകാതെ വെള്ളം നിന്ന് നമ്മുടെ ചെടികൾ നശിച്ചു പോകാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അടിയിൽ നല്ല രീതിക്ക് മണ്ണിട്ടിട്ട് തന്നെയാണ് കേട്ടോ ഇത് ചെയ്തേക്കുന്നത്. അതൊരു കാര്യം ഞാൻ പറയാം. മഴക്കാലത്ത് നമ്മൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഗ്രോ ബാഗുകൾ നിറച്ച് നമ്മൾ വെക്കുകയാണെങ്കിൽ മാക്സിമം മണ്ണ് അടിയിൽ കല്ലിട്ടിട്ട് മണ്ണ് നിറക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതെ ഇത് ഇന്നിപ്പോൾ 2, 4, 1, 5 ഗ്രോ ബാഗ് ഞാൻ നിറച്ചു ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് പിടിക്കും. എനിക്കൊരു 2 ആഴ്ചക്കുള്ളിൽ ഇത് ചോദിച്ചവർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു 10-15 ഗ്രോ ബാഗിനകത്ത് എനിക്ക് വെക്കണം. ഇപ്പോൾ ഞാൻ 5 എണ്ണേ വെച്ചിട്ടുള്ളൂ. അടുത്ത മഴ വരികയാണ്. ഇതുപോലത്തെ ഒരു ചട്ടിയിലോട്ട് അത് മാറ്റി വെക്കണം. സമയം കിട്ടുന്നതനുസരിച്ച് വേണം ഇനി അത് വെച്ച് പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ പുതിന വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് എല്ലാവർക്കും കിട്ടും. ഇനി ഇതിപ്പോൾ വളർന്ന് വേര് പിടിച്ചു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ശകലം പിണ്ണാക്കിൻ്റെ നമ്മൾ കടലപ്പിണ്ണാക്കില്ലേ അതിൻ്റെ തെളി ശകലിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല രീതിക്ക് ആർത്ത് പിടിച്ചോളും കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.